പുതിയൊരാളാണല്ലോ ഇപ്പം സിനിമയിലേക്ക്. അങ്ങനെ വരുമ്പം ഇപ്പം നിലനിൽക്കുന്നവർക്ക് തന്നെ ഫണ്ട് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ പുതിയ ആള്, അഭിനേതാക്കളും എല്ലാം പുതിയ ആളുകൾ. അങ്ങനെ വന്നപ്പം ഫണ്ട് ഒരു വിഷയമായിരുന്നോ? അല്ല, ബേസിക്കലി ഞാൻ ഫസ്റ്റ് പറയുന്നത് നമുക്കൊരു സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാന്നുള്ള തോട്ടാണല്ലോ. നമ്മളിൽ ലിമിറ്റഡ് ബഡ്ജറ്റ് ആണ് ഉള്ളത്. പിന്നെ എൻ്റെ 2 സുഹൃത്തുക്കൾ പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. താമർ എന്ന് പറഞ്ഞിട്ടുള്ള ആത്മണങ്ങളുടെ ഡയറക്ടറാണ് താമർ. പിന്നെ സുധീഷ് കറിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പ്രൊഡക്ഷനിൽ. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യാന്നുള്ളതിൻ്റെ നമ്മൾ വളരെ നമ്മൾ ക്രൂവിലൊക്കെ 5 പേരുണ്ടായിരുന്നുള്ളൂ. ഞാനും എൻ്റെ ക്യാമറമാൻ, എൻ്റെ 2 അസിസ്റ്റൻസ്, ക്യാമറ അസിസ്റ്റൻ്റ്, 5 പേരാണ് ക്രൂവിലുണ്ടായിരുന്നത്. പിന്നെ ഒരു വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. മൊത്തത്തിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാന്ന് ആലോചിച്ചാൽ മൊത്തം പ്ലാൻ. ഇപ്പം എൻ്റെ വീട്ടിലാണ് എല്ലാവരും ഉറങ്ങിയിരുന്നത്. എല്ലാവരും ഇപ്പൊ എൻ്റെ വീട്ടിൽ രാവിലെ ഫുഡ് ഉണ്ടാക്കും. ഉച്ചക്ക് ഞങ്ങൾ അവിടുത്തെ ലൊക്കേഷനത്തെ വീട്ടിൽ നിന്ന് ആണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ മുന്നേ ട്യൂഷൻ വീട് പറഞ്ഞ വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു പരിപാടി അറിയാം. എങ്ങനെ നമുക്കൊരു പരിപാടി ഇങ്ങനെ ചുരുക്കി എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള സാധനം എനിക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ സാധനം ഇതിൽ അപ്ലൈ ചെയ്ത് എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ടെക്നിക്കലായിട്ട് അതിനെ താഴ്ത്താനും പോയിട്ടില്ല. എല്ലാ വേണ്ട സാധനങ്ങൾക്കൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിലും നല്ല ടെക്നീഷ്യന്മാരെ കൊണ്ട് തന്നെയാണ് നല്ല രീതിയിലാണ് ചെയ്യിപ്പിച്ചത്. ഭയങ്കര റിസ്ക് ആയിരുന്നു. നമ്മൾ എങ്ങനെ ഇതിന് എത്ര ബഡ്ജറ്റ് ഇട്ടിട്ടും ഇനിയിപ്പോൾ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ പോലും ഇതെങ്ങനെയാണ് ഇനി നമുക്ക് അതിന്റെ റിട്ടേൺസ് വരാന്നുള്ളതൊന്നും ഒരു ആൾക്കും ഒരു ധൈര്യം ഇല്ല ചെയ്യാനായിട്ട്. കാരണം പുതിയ ആൾക്കാരാണ്. ഇതെങ്ങനെ വർക്കാവും? ഫസ്റ്റ് നോക്കുന്നത് തിയേറ്ററിലാണ് റിലീസ്. തിയേറ്ററിൽ ഇവരെങ്ങനെ ആൾക്കാർ ഈ പടം കാണാൻ വരും? അപ്പൊ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഇതിൽ നമുക്കൊരു ധൈര്യം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരു നമുക്ക് ഇതിൽ ലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനതിൽ ലിമിറ്റഡ് എന്ന് ഞാൻ പറയുമെങ്കിൽ പോലും, പക്ഷെ ഞാൻ ഒരിക്കലും അതിൽ ഇപ്പൊ നമ്മൾ പടം കാണുമ്പോൾ അത് ലിമിറ്റഡ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.